നമസ്കാരം. കേരളത്തിന്റെ ഭരണസാരഥിയെ കണ്ടെത്താനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ പടയോട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സങ്കീർണമായ ചതുരക്കളത്തിലെ കരുനീക്കങ്ങളിലാണ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പോരടിച്ച് ഡൽഹിയിലെത്തിയ കേരളത്തിലെ മുതിർന്ന നേതാക്കളോട് ആദ്യം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ, വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതല്ലേ എന്ന രാഹുൽ ഗാന്ധിയുടെ നർമ്മം കലർന്ന വാക്കുകൾ പിരിമുറുക്കത്തിനൊരൽപ്പം അയവ് വരുത്തിയെങ്കിലും അണിയറയിൽ ചർച്ചകൾ ഇപ്പോഴും പുകയുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കിയതിലും തെരുവിൽ അണികളെ ഇറക്കി സമ്മർദ്ദതന്ത്രം പയറ്റിയതിലുമുള്ള നീരസം രാഹുൽ ഒട്ടും മറച്ചുവെച്ചില്ല. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട കർശന മുന്നറിയിപ്പും അദ്ദേഹം നൽകിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായ ഇടപെടലാണ് ഇക്കുറി സവിശേഷത. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നതിനോട് മുസ്ലിം ലീഗ് അനുകൂല നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ സാധ്യതകൾക്ക് വലിയ കരുത്തു പകരുന്നുണ്ട്. കെ.സിയെ മുഖ്യമന്ത്രിയാക്കിയാലും UDF-ൽ പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന ലീഗിന്റെ ഉറപ്പ് ഹൈക്കമാൻഡിന് ആശ്വാസകരമാണ്. എങ്കിലും ആലപ്പുഴ ലോക്സഭാ അംഗമായ കെ.സി. വേണുഗോപാൽ പദവി രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം നേതൃത്വത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട്. കെ.സി. നിയമസഭയിലേക്ക് അനായാസം ജയിച്ചു കയറുമെങ്കിലും അദ്ദേഹം ഒഴിയുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് കോൺഗ്രസിന് നിലനിർത്താൻ സാധിക്കുമെന്ന ഭീതി തീരുമാനങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. ഇതെല്ലാം പരിഗണിച്ച് ബുധനാഴ്ച തീരുമാനമുണ്ടാകും. കെ.സി. വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ വി.ഡി. സതീശനെ കൂടി മന്ത്രിസഭയിൽ ചേർത്തുകൊണ്ടുള്ള ഒരു പവർ ഷെയറിംഗ് ഫോർമുലയാകും നടപ്പിലാക്കുക. മെച്ചപ്പെട്ട വകുപ്പുകൾക്ക് പുറമെ ഉപമുഖ്യമന്ത്രി പദവി കൂടി നൽകി സതീശനെ അനുനയിപ്പിക്കാനുള്ള ആലോചനകൾ സജീവമാണ്. പാർട്ടിയിൽ ഉയർന്ന പദവിയിൽ ഒരാൾ 7 വർഷത്തിൽ കൂടുതൽ തുടരരുത് എന്ന AICC പ്രമേയവും കെ.സിയുടെ കാര്യത്തിൽ വഴിത്തിരിവായേക്കാം. നിലവിൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി 7 വർഷം പൂർത്തിയാക്കിയ കെ.സി കേരളത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഒഴിയുന്ന സുപ്രധാനമായ ആ പദവിയിലേക്ക് രമേശ് ചെന്നിത്തല പരിഗണിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മറിച്ച് രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനമെങ്കിൽ വി.ഡി. സതീശന് മന്ത്രിസഭയിൽ മുന്തിയ പരിഗണന തന്നെ ലഭിക്കും. എന്നാൽ വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രിയാകുന്നതെങ്കിൽ രമേശ് ചെന്നിത്തലയെയും കൂടി ഉൾക്കൊള്ളുന്ന മറ്റ് ഉയർന്ന രാഷ്ട്രീയ പാക്കേജുകളാകും നൽകുക. ഞായറാഴ്ച തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞ ചടങ്ങിലും കർണാടകയിലെ മരണാനന്തര ചടങ്ങിലുമായി ദേശീയ നേതാക്കൾ തിരക്കിലായതിനാൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നില്ലെങ്കിലും അണിയറയിലെ ചരടുവലികൾക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഘടകകക്ഷി നേതാക്കളുമായി കൂടി രാഹുൽ ഗാന്ധി സംസാരിച്ച് സമവായമുണ്ടാക്കിയാൽ തിങ്കളാഴ്ച തന്നെ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന പേര് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖർഗെ പത്രക്കുറിപ്പിലൂടെ അറിയിക്കുന്നതോടെ കേരളത്തിലെ ഭരണത്തലവന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ശനിയാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം സതീശനും സണ്ണി ജോസഫും കേരളത്തിലേക്ക് മടങ്ങി. രമേശ് ചെന്നിത്തല ഞായറാഴ്ച രാവിലെ ഡൽഹിയിലെ ഹനുമാൻ കോവിൽ ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങിയത്. സോണിയാഗാന്ധിയുമായും AK ആന്റണിയുമായും രാഹുൽ ഗാന്ധി നടത്തുന്ന അവസാനവട്ട ആശയവിനിമയമാകും കേരളത്തിന്റെ വിധി നിശ്ചയിക്കുക. ആരെയും പിണക്കാതെയും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ ഭീതിയോടെ കാണാതെയും ഒരു സമവായത്തിലെത്താനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വിയർക്കുന്നത്. എന്തായാലും ബുധനാഴ്ചയോടെയെങ്കിലും നമ്മളെ ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതൊരു പൊതുജന അപേക്ഷയാണ്. ഇനിയും വൈകിപ്പിക്കരുത്. വലിയ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിന് അധികാരം കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്. അവരെ മണ്ടന്മാരാക്കരുത് മാത്രമാണ് നിലവിൽ പൊതുവായി ഉയരുന്ന അഭിപ്രായം. നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ ഒന്ന് മുഖ്യമന്ത്രിയാക്ക്, ഭരണം ആരംഭിക്കൂ എന്നാണ് കേരളത്തിലെ ജനങ്ങളിപ്പോൾ പറയുന്നത്.